അങ്ങനെ നമ്മൾ കാത്തിരുന്ന ക്രിസ്മസ് ഇനി വന്നല്ലേ. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് നക്ഷത്രവും പുൽക്കൂടും ക്രിസ്മസ് സമ്മാനങ്ങളും നല്ല ക്രിസ്മസ് പാട്ടുകളും ഒക്കെയാണ് വരുന്നത് അല്ലെ. നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു രീതി നമുക്കറിയാം. എന്നാൽ നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളോടെ നമുക്കൊരു യാത്ര പോയാലോ? നോർവേജിലെ ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവര് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ക്രിസ്മസിന്റെ തലേ ദിവസം ചൂല് ഒളിപ്പിച്ചു വെക്കും. ഇതിങ്ങനെ ചെയ്യുന്നതിനൊരു കാരണമുണ്ട്. കാരണം ചൂല് ഭൂതങ്ങളെ ആകർഷിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ തണുപ്പുള്ള രാജ്യങ്ങളിൽ പൊതുവെ ചിമ്മിനികൾ കാണാറുണ്ട് വീടുകളിലൊക്കെ. അപ്പൊ തണുപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്രിസ്മസിന് അന്ന് ചിമ്മിനി കത്തിക്കും. കാരണം ഈ ഭൂതങ്ങൾ ചിമ്മിനി വഴി ഇറങ്ങി വരുന്നത് കൊണ്ട് അവരെ തുരത്താനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ക്രിസ്മസിന് എന്നൊക്കെ പള്ളിയിൽ പോകുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ നടന്നു പോകും, അല്ലെങ്കിൽ വണ്ടിയിൽ പോകുമല്ലേ. എന്നാൽ സ്കേറ്റ് ചെയ്ത് പള്ളിയിൽ പോകുന്ന ഒരു ടീമുണ്ട്. അവരാണ് വെനേസ്വലക്കാര്. ഇവരുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവര് പള്ളിയിലെ തിരുക്കർമ്മങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകുന്നത് റോളർ സ്കേറ്റിങ്ങിലൂടെയാണ്. അതായത് ഇന്നും തുടങ്ങിയൊന്നും അല്ല, 1960 മുതലാണ് ഇവർ ഈ ഒരു രീതി ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. ജപ്പാൻ പലപ്പോഴും വ്യത്യസ്തതകൾക്ക് പേരുകേട്ട ഒരു രാജ്യമാണ്. ജപ്പാൻകാര് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ മീല് കഴിച്ചിട്ടാണ്. KFC കൂട്ടിയ ഒരു മീൽ. അതെ, നമ്മുടെ കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ തന്നെ, അത് കൂട്ടി അവരൊരു മീല് കഴിക്കും. അപ്പൊ ഇതെന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, വർഷങ്ങൾക്ക് മുമ്പ് ഈ ജപ്പാനിൽ ഒരു പോൾട്രി ക്ഷാമം ഒക്കെ ഉണ്ടായി. അന്ന് ഈ KFC മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് ക്രിസ്മസിന് അന്ന് KFC കൂട്ടിയൊരു മീല്. അത് ഇപ്പോഴും അവര് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഗോട്ടിമാലയിലെ ജനങ്ങൾ എങ്ങനെയാണ് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ ജനങ്ങളെല്ലാം അവിടുത്തെ വേസ്റ്റുകളെല്ലാം ഒരുമിച്ച് തൂത്തുവാരി കൂട്ടി വലിയൊരു ചെകുത്താന്റെ രൂപം ഉണ്ടാക്കും. എന്നിട്ട് ക്രിസ്മസിന് അന്ന് ഇതങ്ങ് കത്തിക്കും. ഇതൊരു വ്യത്യസ്തമായ ആചാരമല്ലേ. ഇങ്ങനെ ഒരുപാട് രീതിയിൽ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഏത് സെലിബ്രേഷൻ ആണ് ഓർമ്മ വരുന്നത്? ഒന്ന് കമന്റ് ചെയ്ത് കേട്ടോ. അപ്പം 90.8 റേഡിയോ മീഡിയ വില്ലേജിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹാപ്പി ക്രിസ്മസ്.